കണ്ണൂർ കൊളക്കാട് അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വൈരാഗ്യം മനസ്സിലുണ്ടായതുകൊണ്ടാണെന്ന് അറസ്റ്റിലായ ക്രിസ്റ്റിയുടെ മൊഴി. അച്ഛനെ കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ക്രിസ്റ്റി അയൽവാസിയോടും പോലീസിനോടുമൊക്കെ പറഞ്ഞത്. ലഹരിക്കടിമയായി പ്രത്യേക ഒരു മനോനിലയാണ് പ്രതിക്കുള്ളതെന്ന് പോലീസും പറയുന്നു. ക്രിസ്റ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അരുൺ പൂപ്പറമ്പിലുണ്ട വിവരങ്ങൾ നൽകാൻ. അരുൺ, എന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണ്, അവരിനി എന്നെ ഉപദേശിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അമ്മയെ കൊന്നതിന് ശേഷവും പ്രതികാരദാഹം തീരുന്നില്ല എന്നുള്ളതാണ്. ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ സ്വന്തം അച്ഛനെ കൂടി കൊന്നു തള്ളിയേനെ. ജന്മം കൊടുത്ത മാതാപിതാക്കളോട് ഇത്രയധികം വൈരാഗ്യവും പകയും കൊന്നു തീർക്കാനുള്ള ഒരു മനോനിലയും ഇയാൾക്കുണ്ടായത് എങ്ങനെയാണ്? ഷിഹാസ്, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരത എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പെറ്റമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ കേസിലെ പ്രതിയായിട്ടുള്ള ക്രിസ്റ്റി എന്ന യുവാവ് ആ വീടിന് പുറത്തിറങ്ങി അയൽവാസിയോട് ആദ്യം പറഞ്ഞത് തനിക്ക് എൻ്റെ അമ്മയെ മാത്രം കൊലപ്പെടുത്തിയാൽ പോരാ, തൻ്റെ അച്ഛനെ കൂടി കൊലപ്പെടുത്തണം എന്നായിരുന്നു. അതായത് അവർ രണ്ടുപേരുമാണ് തൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. അതുകൊണ്ട് രണ്ടുപേരെയും തനിക്ക് കൊലപ്പെടുത്തണമെന്ന് കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് അയൽവാസിയോട് അത് പറഞ്ഞത്. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. ക്രിസ്റ്റി ബിരുദ പഠനം നടത്തിയത് ബംഗളൂരുവിലായിരുന്നു. അവിടെ ആ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അതിനും കാരണം അമിതമായിട്ടുള്ള ലഹരി ഉപയോഗമാണ്. പിന്നീട് നാട്ടിലെത്തി MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം വീട്ടിലെത്തി അമ്മയോടും അച്ഛനോടും എപ്പോഴും കലഹിക്കലാണ്. അതിന് പ്രത്യേകിച്ചൊരു കാരണവും ഒന്നും വേണ്ട. അവരെ ആക്രമിക്കും. ഏതെങ്കിലും നിലയിൽ ഈ ക്രിസ്റ്റി ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അതിൽ പ്രകോപിതനാവുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന രീതി സ്ഥിരമായി ഉണ്ടാകാറുണ്ട് എന്നതാണ് അയൽവാസികൾ ഉൾപ്പെടെ എന്തായാലും പറഞ്ഞിട്ടുള്ളത്. അതിനൊടുവിലാണിപ്പോൾ ആ പെറ്റമ്മയെ ഇന്നലെ രാത്രി കഴുത്തറത്ത് കൊലപ്പെടുത്തുന്ന ക്രൂരതയിലേക്ക് അത് എത്തുകയും ചെയ്തത്. പോലീസ് പ്രതി ക്രിസ്റ്റി കീഴടങ്ങാൻ വരുന്ന ആ രംഗത്തെ സംബന്ധിച്ച് പോലീസ് പറയുന്നുണ്ട്. അതായത് ഒരു സിഗരറ്റ് കത്തിച്ച് ഒരു വീരപരിവേഷത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത്. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഈ ക്രിസ്റ്റിയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ഈ മാരക ലഹരി മരുന്നുകൾ, നമ്മുടെ നാടിന് വിപത്തായിട്ടുള്ള ലഹരി മരുന്നുകൾ ആ യുവാവിനെ ഏത് മനോനിലയിൽ എത്തിച്ചു, എത്രത്തോളം അപകടകരമാണ് അത് ആ സാഹചര്യമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്, അല്ലെങ്കിൽ അത് ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ക്രിസ്റ്റിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇതിങ്ങനെ മാറിയത്, ഈ കൊലപ്പെടുത്തുന്നതിലേക്കൊക്കെ എത്തിയത്, എന്തെങ്കിലും കാരണങ്ങൾ അതിന് സംബന്ധിച്ചുണ്ടോ എന്നത് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. അരുൺ പറഞ്ഞതുപോലെ സ്വന്തം മാതാവിനെ കൊന്നു, പിതാവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. ഒരു തരത്തിലുള്ള കുറ്റബോധവും ക്രിസ്റ്റിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ലഹരി തന്നെയാണ് പ്രധാനപ്പെട്ട വില്ലൻ. മക്കളെ ചെറിയ പ്രായത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പ്രശ്നമെന്ന് പറയേണ്ടി വരും. നേർവഴിക്ക് നയിക്കാൻ ഒരു പ്രായമുണ്ട്, അത് ഏറ്റവും നല്ലത് ചെറിയ പ്രായമാണ്. ആ സമയത്ത് അവർ ഉപദേശിച്ചാൽ കേൾക്കും, നേർവഴി കാണിച്ചു കൊടുത്താൽ അത് അനുസരിക്കും. പറഞ്ഞാൽ ഒപ്പം ഇരുന്ന് അവർക്ക് കുറച്ച് സമയം കൊടുത്ത് അവരോട് സ്നേഹത്തോടെ കുറച്ച് സംസാരിച്ച് അതിനുള്ള സമയമൊക്കെ മാതാപിതാക്കൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്.